ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ബാഗ് പാക്ക് ചെയ്ത് ഇന്നൊരു യാത്ര പോവുകയാണ്. ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. ഫസ്റ്റ് ടൈമാണ് വ്ളോഗ് എടുത്ത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറവുകളുണ്ട്, ക്ഷമിക്കണം കേട്ടോ. 2 ദിവസത്തെ ചിലവുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ബാങ്കിൽ പോയിട്ട് പിന്നെയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത്. 12:40 നമ്മളുടെ ട്രെയിൻ കേട്ടോ. 1 മണിക്കൂർ നേരത്തെ പോയിട്ട് ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. നമ്മൾ എക്സാമിന് ബാംഗ്ലൂരിലേക്കാണ് കേട്ടോ പോകുന്നത്. ട്രെയിൻ വന്ന് നമ്മൾ അതിൽ കയറി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കേട്ടോ. ഫുഡ് എടുത്ത് വെച്ചപ്പോഴാണ് ഒരു അടിപൊളി സംഭവം നടന്നത്. ലോവർ ബർത്തിൽ സീറ്റ് ഊരി വന്ന് ഞാൻ ഫുഡ് കഴിക്കുന്ന ഫുഡിന്റെ മീതെ കൂടെ വീണു. അതോടെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡിന്റെ കാര്യത്തിൽ തീരുമാനമായി. ട്രെയിൻ കൊല്ലം ജംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് പഠിക്കാൻ വേണ്ടി എനിക്ക് അപ്പർ ബർത്ത് ആയതുകൊണ്ട് തന്നെ പകുതി ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും മേളിലോട്ട് കയറി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മയങ്ങിപ്പോയി. രാവിലെ 7 മണിക്ക് എത്തേണ്ട ട്രെയിൻ എന്തായിരുന്നാലും 1 മണിക്കൂർ നേരത്തെയാണ് എത്തിയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കട തപ്പി ഇറങ്ങിയിട്ട് കടയൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഊബർ വിളിച്ച് നേരെ ഹോട്ടലിലേക്ക് പോയി. ബാംഗ്ലൂരിൽ രാവിലെ 7 മുന്നോട്ട് തന്നെ നല്ല ട്രാഫിക്കാണ്. ട്രാഫിക് കാരണം നമുക്ക് റോഡിലൊന്നും ഇറങ്ങി നടക്കാൻ പോലും പറ്റാറില്ല. ചെന്നിറങ്ങുമ്പോൾ തന്നെ ഓട്ടോക്കാരുടെയും ബസ്സുകാരുടെയും തിരക്ക് കൊണ്ട് തന്നെ നമ്മൾ പേടിച്ചു പോകും. ഞാൻ കയറിയ ഊബർകാരൻ ഒരു തമിഴ്നാട്ടുകാരനായതുകൊണ്ട് തന്നെ കുറച്ച് നേരം പുള്ളിക്കാരനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ചെന്നൈ പോലെ തന്നെ എല്ലാവരും ബാംഗ്ലൂരിൽ നല്ലോണം ചീറിപ്പാഞ്ഞുകൊണ്ട് തന്നെയാണ് വണ്ടിയും ടാക്സികളും എല്ലാം ഓടിക്കുന്നത്. ട്രാഫിക് റൂളെല്ലാം എല്ലാവരും പാലിച്ചുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് കേട്ടാൽ എനിക്ക് തിരിച്ചേയില്ല. ഞാൻ കയറിയ ഓട്ടോക്കാരെ എന്നെ പെട്ടെന്നാണ് എന്റെ ഹോട്ടലിലേക്ക് എത്തിച്ചത്. ഹോട്ടലിൽ എത്തിയതിനു ശേഷം ഫ്രഷ് ഒക്കെ ആയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തുള്ള ഒരു വെജ് ഹോട്ടലിലാണ് പോയത്. 120 രൂപ കൊടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നെയ് റോസ്റ്റ് കഴിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ അത് കഴിക്കുമോ. ബാംഗ്ലൂരിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഫുഡ് കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ എക്സാം നടക്കുന്ന എക്സാം സെന്ററിന്റെ ഫ്രണ്ട് വരെ ഒന്ന് പോയത് കേട്ടോ. അവിടെയെല്ലാം നല്ല ട്രാഫിക് ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ച് റൂമിലേക്ക് പോയി. ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് എനിക്ക് എക്സാം നടക്കുന്നത്. ആ സ്കൂളിന്റെ വലിപ്പം കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. രാത്രിത്തേക്കും ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഞാൻ ഒത്തു വാങ്ങിച്ച് കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പെട്ടെന്ന് തന്നെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇടുന്ന നല്ലൊരു സ്പോട്ട് നോക്കി ഇറങ്ങി. 8 മണിക്ക് ശേഷം അവിടെയുള്ള എല്ലാ ഹോട്ടലുകളും തുറക്കുള്ളൂ എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ റെസ്റ്റ് ചെയ്തു. പോകുന്ന വഴിക്ക് ഞാൻ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്പോട്ടും കൂടെ നോക്കിക്കൊണ്ട് തന്നെയായിരുന്നു പോയത്. ഞാൻ പോയ പാർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് ഭാഗം ബസ് സ്റ്റാൻഡാണ്. നമ്മുടെ നാട്ടിലുള്ള ലോ ഫ്ലോർ പോലുള്ള ബസ്സുകൾ ഇഷ്ടംപോലെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോയ പാർക്കിൽ വേൾഡ് വാർ 1നെയും 2നെയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു പില്ലറൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങ് ദൂരെയുള്ള റോഡുകളൊന്നും നേരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അടുത്തെവിടെയോ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ നടക്കുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മാനവീയം പോലുള്ള ഒരു വഴിയിലൂടെ നടന്നപ്പോഴാണ് ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ബ്രാഞ്ച് കണ്ടത്. അവിടെ നിന്ന് ഒരു മസാല ദോശ കഴിച്ച് ഞാൻ നേരെ എക്സാം സെന്ററിലേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കുറേയധികം പില്ലറുകൾ വഴികളിലും അതേപോലെ തന്നെ കുറേയധികം ലക്ഷറി കാർസും കാണാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ നടന്ന് എക്സാം സെന്റർ എത്തി. എക്സാം കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. അപ്പോൾ ശരി, നമുക്ക് എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് കാണാം. 1 മണിക്ക് തുടങ്ങിയ എക്സാം കഴിഞ്ഞപ്പോൾ 5 മണിയോളമായി. 1 മണിക്കൂർ നമ്മളെ വെറുതെ പിടിച്ചിരുത്തി. രാത്രി 8:10 ട്രെയിനുള്ളതുകൊണ്ടും ബാംഗ്ലൂരിലെ ട്രാഫിക്കിനെ കുറിച്ച് നല്ലോണം അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എക്സാം കഴിഞ്ഞ് ഊബർ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. മ്യൂസിയം റോഡിൽ നിന്ന് 5:45 ഊബർ വിളിച്ച് കയറിയ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് 7 മണിക്കായിരുന്നു. അത്രത്തോളം ഭയാനകരമാണ് ബാംഗ്ലൂരിലെ ട്രാഫിക്. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് നടയിൽ എത്തിയിട്ട് പോലും അതിനകത്ത് കയറാൻ വേണ്ടി നല്ലൊരു ടൈം എടുക്കുക തന്നെ ചെയ്തു. എന്നിരുന്നാലും നമ്മൾ സമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 8:10 ട്രെയിനിൽ നമ്മൾ എന്തായാലും 7:45 ആയപ്പോഴത്തേക്കും അങ്ങ് റെയിൽവേ സ്റ്റേഷനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. 3ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു എന്റെ ട്രെയിൻ കിടന്നിട്ടുണ്ടായിരുന്നത്. കന്യാകുമാരി എക്സ്പ്രസ്സിലായിരുന്നു എന്റെ ട്രെയിൻ. ഇങ്ങോട്ട് വന്ന പോലെ തന്നെ 1 മണിക്കൂർ താമസിച്ചാണ് ട്രെയിൻ എടുത്തത്. 8:10 ട്രെയിൻ 8:30 ആയപ്പോഴാണ് ട്രെയിൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഫുഡെല്ലാം കഴിച്ച് നേരെ ഒന്ന് സെറ്റിൽ ആയിട്ടിരുന്നു. RSC ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഫുൾ ബർത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി ഒട്ടും തന്നെ ഉറങ്ങാനും സാധിച്ചില്ല. രാവിലെ ഒരു 6 മണി ആയപ്പോൾ തന്നെ കേരളത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിയാരെ കൊണ്ട് ഒരു സൈഡ് എന്തായാലും നല്ലോണം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് RSC പാസഞ്ചർ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ആയപ്പോൾ തന്നെ ഫുൾ ബർത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഒത്തുപോകും തന്നെ ഉറങ്ങാൻ തന്നെ സാധിച്ചില്ല. പോകുന്ന വഴിക്ക് വന്ദേ ഭാരത് കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. മറ്റ് ട്രെയിനുകളെ പോലെ അല്ലെങ്കിൽ വന്ദേ ഭാരത് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ട്രെയിനാണ്. കാണുമ്പോൾ നമുക്കൊരു ന്യൂ ജനറേഷൻ മോഡൽ ട്രെയിൻ പോലെ തോന്നും. പഴയ എഞ്ചിൻ ട്രെയിനുകളെക്കാളും വളരെയധികം വ്യത്യസ്തമുള്ള ഒരു ട്രെയിനാണ്. ഉച്ചയ്ക്ക് 1 മണി ആയപ്പോഴത്തേക്കും ഞാൻ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഇത്തിരി സമാധാനമായത്. അവിടെ നിന്ന് നേരെ തമ്പാനൂർ സ്റ്റാൻഡിലേക്ക് കയറി ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള ബസ് പിടിക്കുന്നതിന് മുമ്പേ ഒരു ബിരിയാണി കഴിച്ച് നേരെ ഇറങ്ങി. അപ്പൊ ശരി, പിന്നെ കാണാം.